Hello everyone, welcome to EduPort. എല്ലാവർക്കും മക്കളെ EduPortന്റെ SSLC യൂട്യൂബ് ചാനലിലേക്ക് യെസ് അപ്പോൾ മക്കളെ നിങ്ങളുടെ എന്തൊരു പവറിൽ വരാൻ പറയാൻ പോയി പവർ കൊണ്ട് പോയി പിന്നെ നമ്മൾ പവർ തിരിച്ചു കൂടിയിരിക്കുന്നു. അതായത് നിങ്ങളുടെ അവസാനത്തെ SSLCയുടെ പബ്ലിക് എക്സാം ആയിട്ടുള്ള സോഷ്യൽ സയൻസ് എക്സാം നടക്കാനിരിക്കുക. ആ സോഷ്യൽ സയൻസിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ടോപ്പിക്കാണെന്ത് ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സിൽ, അതായത് ഭൂതല വിശകലനം ഭൂപടങ്ങളുടെ ഒരു ചാപ്റ്റർ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക്. ഏതാണ് ടോപ്പിക്ക്? ഗ്രിഡ് റെഫറൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണെന്ന് ഗ്രിഡ് റെഫറൻസ് പഠിക്കാൻ പോവാണ്. 2 ഗ്രിഡ് റെഫറൻസ് നമ്മൾ പഠിക്കും, 4 ഗ്രിഡ് റെഫറൻസ് നമ്മൾ പഠിക്കും, 6 ഗ്രിഡ് റെഫറൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു പഠിക്കാൻ പോകുന്നു. അപ്പോൾ സെറ്റാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും 4 ഗ്രിഡ് റെഫറൻസും 6 ഗ്രിഡ് റെഫറൻസും 4 ഫിഗറും 6 ഫിഗറും അറിയാത്ത ആളുകൾ നിങ്ങളുടെ ഫ്രണ്ട് ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എന്ത് ചെയ്യുക, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് അവരോട് വരൂ എന്ന് നമ്മുടെ ചാനലിലേക്ക് ഒന്ന് ക്ഷണിക്കുക. സോ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് 4 6 അഥവാ 4 ഫിഗറും 6 ഫിഗറും ചെയ്യാമെന്ന്. അപ്പോൾ യെസ് മക്കളെ, നമുക്ക് 4 ഫിഗറും 6 ഫിഗർ അതായത് 4 6 ചെയ്യാൻ നമുക്ക് പ്രധാനമായിട്ട് 2 ലൈനുകൾ 2 രേഖകൾ വേണം അല്ലേ. ഏതൊക്കെയാടാ? ഒന്ന് ഈസ്റ്റിങ്സ് ആണ്, രണ്ടാമത്തെ ഏതാടാ? നോർത്തിങ്സ് ആണല്ലേ. നമുക്കറിയാം സാറേ എനിക്കൊരു ലൈൻ സെറ്റാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പണ്ട് ഇങ്ങനെ ഒരു ലൈൻ അങ്ങോട്ടേക്ക് വരച്ചു കൊടുത്തിരുന്നു കേട്ടോ. അതേപോലെ 2 ലൈൻ നമുക്ക് വേണം, ഈസ്റ്റിങ്സും നോർത്തിങ്സും. എന്താടാ ഈസ്റ്റിങ്സ് എന്ന് പറഞ്ഞാൽ? ഇങ്ങനെയുള്ള കുത്തനെയുള്ള ലൈൻസിന്, അതായത് വേർട്ടിക്കൽ ലൈൻസിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഈസ്റ്റിങ്സ്. ഇറ്റ്സ് വാല്യൂ ഇൻക്രീസസ് ടുവേർഡ്സ് ഈസ്റ്റ് അല്ലേ. കിഴക്കോട്ടേക്ക് അഥവാ ഈസ്റ്റിലേക്ക് പോകും തോറും ഇതിന് വാല്യൂ അഥവാ മൂല്യം എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. അതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് വന്നത്? ഈസ്റ്റിംഗ് എന്നുള്ള പേര് വന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ട്യൂബ് വെല്ല് വരച്ചു. ഇവിടെ എന്ത് വരയ്ക്കുകയാണ്? ഒരു സ്പ്രിങ് വരയ്ക്കുകയാണ്. ഇവിടെ ഞാനൊരു കോട്ട വരച്ചു അല്ലേ. ഈ 4 ഈ 3 ഈസ്റ്റിംഗ് വാല്യൂ എത്രയായിരിക്കും? അതായത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചർ ആണെങ്കിലും ശ്രദ്ധിക്കണേ, ഏതൊരു ഭൂമിശാസ്ത്ര സവിശേഷതയാണെങ്കിലും അതിൻ്റെ തൊട്ട് ലെഫ്റ്റിലുള്ളത്, അപ്പോൾ ഈ ഒരു ട്യൂബ് അഥവാ കുഴൽക്കിണറിൻ്റെ ലെഫ്റ്റിലുള്ളത് എത്രയാടാ? 15 അല്ലേ. അതേപോലെ ഈ ഒരു സ്പ്രിങ് അഥവാ നീരുറവയുടെ ലെഫ്റ്റിൽ എത്രയാടാ? 16. അതേപോലെ തന്നെ ഈ ഒരു ഫോർട്ട് അഥവാ കോട്ടയുടെ ലെഫ്റ്റിൽ എത്രയാടാ? 17. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചർ ആണെങ്കിലും അത് തൊട്ട് ലെഫ്റ്റ് ശ്രദ്ധിക്കണേ. ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചർ ആണെങ്കിലും അതിൻ്റെ ലെഫ്റ്റ് അഥവാ ഇടതുവശത്തുള്ളതായിരിക്കും അതിന് എന്ത് മൂല്യം? ഈസ്റ്റിംഗ് മൂല്യം. മാറിപ്പോകരുത് മക്കളെ, കയ്യിൽ നിന്ന് മാർക്ക് കൊണ്ട് പറഞ്ഞു പോകട്ടോ. ശ്രദ്ധിച്ചോ, ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചർ, ഏതൊരു ഭൂമിശാസ്ത്ര സവിശേഷതയാണെങ്കിൽ അത് റോഡായിക്കോട്ടെ, കുന്നായിക്കോട്ടെ, കുളമായിക്കോട്ടെ, കുളമായിക്കോട്ടെ, ശ്രദ്ധിച്ചോ അതിൻ്റെ ലെഫ്റ്റിലുള്ളതായിരിക്കും എന്ത് മൂല്യം? അതിൻ്റെ ഈസ്റ്റിംഗ് മൂല്യം. ശ്രദ്ധിച്ചോ, അതിൻ്റെ ലെഫ്റ്റിലുള്ളതാണ് എന്ത്? അതിൻ്റെ ഈസ്റ്റിംഗ് മൂല്യം. ശ്രദ്ധിക്കണേ, അതായത് അതിന് ലെഫ്റ്റിലുള്ളതാണ് എന്ത്? അതിൻ്റെ ഈസ്റ്റിംഗ് മൂല്യം. അപ്പോൾ ഈ ഒരു ട്യൂബ് കുഴൽക്കിണറിൻ്റെ ഈസ്റ്റിംഗ് മൂല്യം എത്രയാ? ലെഫ്റ്റിൽ എത്രയാ? 15 അല്ലേ. ഈ ഒരു നമ്മുടെ സ്പ്രിങ് അഥവാ നീരുറയുടെ ഈസ്റ്റിംഗ് മൂല്യം എത്ര? തൊട്ട് ലെഫ്റ്റിലുള്ള 16. ഒരു ഫോർട്ട് അഥവാ കോട്ടയുടെ ഈസ്റ്റിംഗ് മൂല്യം എത്രയാ? തൊട്ട് ലെഫ്റ്റിൽ എത്രയാ? 17. അപ്പോൾ ഇത് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക? പഠിച്ച് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതേപോലെ തന്നെ നോർത്തിങ് പറഞ്ഞാൽ എന്താ? ഇങ്ങനെയുള്ള ഹൊറിസോണ്ടൽ ലൈൻസിൽ സമാന്തരമായി വരയ്ക്കുന്ന രേഖകൾ വിളിക്കുന്ന പേരാണെന്ത്? നോർത്തിങ്സ്. ഇതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? നോർത്തിലേക്ക്, വടക്കോട്ടേക്ക് പോകുന്നതോറും എന്ത് ചെയ്യും? കൂടി വരും. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ആസ് നോർത്തിങ്സ്. അതുകൊണ്ടാണ് ഇത് എന്ത് വിളിക്കുന്നത്? നോർത്തിങ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചോ, ഇവിടെ ഒരു ആരുണ്ട്. ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, ഇവിടെ ആരാരും ചിരിക്കില്ല, ഇവിടെ ഫോർട്ട്, ഒരു കോട്ടയുണ്ട്. ശ്രദ്ധിക്കാം. അപ്പോൾ ഈ 3 ഈ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അതേപോലെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, ഒരു കോട്ടയുണ്ട്. ഇതിൻ്റെ 3ൻ്റെയും നോർത്തിങ് വാല്യൂ എങ്ങനെ കണക്കാക്കുക? ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചർ ആണെങ്കിലും, ഏതൊരു ഭൂമിശാസ്ത്ര സവിശേഷതയാണെങ്കിലും അതിൻ്റെ തൊട്ട് താഴെ ഉള്ളതാണ് എന്ത്? അതിൻ്റെ എന്ത് വാല്യൂ? നോർത്തിങ് വാല്യൂ. ശ്രദ്ധിച്ചു വെച്ചോ, ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചർ, ഏതൊരു ഭൂമിശാസ്ത്ര സവിശേഷതയാണെങ്കിലും അതിൻ്റെ തൊട്ട് താഴെ ഉള്ളതാണ് എന്ത്? അതിൻ്റെ എന്ത് വാല്യൂ? നോർത്തിങ് വാല്യൂ. അപ്പോൾ ഈ ഒരു പോലീസ് സ്റ്റേഷൻ നോർത്തിങ് വാല്യൂ എത്രയാ? 77. കാരണം ഇതിന് തൊട്ട് താഴെയുള്ളത് എത്രയാ? 77 ആണ്. ഈ പോസ്റ്റ് ഓഫീസിൻ്റെ നോർത്തിങ് വാല്യൂ എത്രയാ? 76. കാരണം അതിന് തൊട്ട് താഴെയുള്ളത് എത്രയാ? 76. ഈ ഒരു ഫോർട്ട് അഥവാ കോട്ടയുടെ നോർത്തിങ് വാല്യൂ എത്രയാ? 75. തൊട്ട് താഴെയുള്ളത് എത്രയാ? 75. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെക്കണം. എങ്ങനെയാണ് ഈസ്റ്റിങ്ങിൻ്റെ മൂല്യം കണക്കാക്കുക, എങ്ങനെയാണ് നോർത്തിങ്ങിൻ്റെ മൂല്യം കണക്കാക്കുക? ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചർ ആണെങ്കിൽ അതിന് താഴെയുള്ളതായിരിക്കും എന്ത് മൂല്യം? അതിൻ്റെ നോർത്തിങ് മൂല്യം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി നമ്മൾ പഠിച്ചു വെക്കേണ്ടത്, നമ്മൾ 4 ഗ്രിഡ് റെഫറൻസ് ചെയ്യാൻ പോട്ടെ മക്കളെ. അവിടെ പറയുന്നത് പരിപാടി എന്താ? നമ്മൾ 4 ഗ്രിഡ് റെഫറൻസ് എന്ത് ചെയ്യാൻ പോവാണ്? അപ്പോൾ ഇവിടെ 4 സാധനങ്ങൾ കേട്ടോ. അധികവും എക്സാമിന് എന്താ ചോദിക്കാറ്? 4 ചോദിക്കുക, പക്ഷേ 6 ചോദിക്കണം. ഞാൻ 4 മാത്രമേ ചോദിക്കുമെന്ന് പറയാറില്ല, 6 ചോദിക്കാം, 4 എന്ത് ചെയ്യാം? ചോദിക്കാം. ശ്രദ്ധിച്ചോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ഫോർട്ട് അഥവാ കോട്ടയുണ്ട്, ഇത് പോണ്ട് അഥവാ കുളമാണ്. അപ്പോൾ ശ്രദ്ധിക്കണേ, ഓരോന്നിൻ്റെയും 4 ഫിഗർ അഥവാ 4 എങ്ങനെയാണ് കാണാം? നമ്മൾ ശ്രദ്ധിക്കണേ,
ശ്രദ്ധിക്കണം, ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചർ, ഏതൊരു ഭൂമിശാസ്ത്ര സവിശേഷതയാണെങ്കിലും അതിൻ്റെ ലെഫ്റ്റിലുള്ളതാണ് എന്ത്, ഈസ്റ്റിംഗ് വാല്യൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു കോഡ് അങ്ങോട്ട് പഠിച്ചു കേട്ടോ. എഫ് ഇ ഫസ്റ്റ് ഈസ്റ്റിങ്സ്, പിൻ നോർത്തിങ്സ്, ഫസ്റ്റ് ഈസ്റ്റിങ്സ്, പിൻ നോർത്തിങ്സ്. എന്താണ് ഈ എഫ് ഇ പിന്നോ? അതാ ഇത്രയേ ഉള്ളൂ. നമ്മൾ 4 ഫിഗർ ആണെങ്കിലും 6 ഫിഗർ ആണെങ്കിലും ഫസ്റ്റ് എന്തിൻ്റെ വാല്യൂ എടുക്കേണ്ടത്, ഈസ്റ്റിംഗ് ആട്ടോ, മാറിപ്പോരുത്. ഫസ്റ്റ് എടുക്കേണ്ടത് എന്തിൻ്റെ വാല്യൂ ആണ്, ഈസ്റ്റിംഗ് ആണ്. ഫസ്റ്റ് എടുക്കേണ്ടത് എന്തിൻ്റെ വാല്യൂ ആണ്, ഈസ്റ്റിംഗ്. 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 മറന്നു പോകരുത് മക്കളെ. ഫസ്റ്റ് ഈസ്റ്റിങ്സ്, പിൻ നോർത്തിങ്സ്, ഫസ്റ്റ് ഈസ്റ്റിങ്സ്, പിൻ നോർത്തിങ്സ്. പഠിച്ചു വെച്ച ഫസ്റ്റ് ഈസ്റ്റിംഗ് ആണ്, പിന്നെ നോർത്തിങ് ആണ്. ഫസ്റ്റ് ഈസ്റ്റിംഗ് ആണ്, പിന്നെ നോർത്തിങ് ആണ്. ഫസ്റ്റ് ഈസ്റ്റിംഗ് ആണ്, പിന്നെ നോർത്തിങ് ആണ്. പുരിജിത, തെരീത, പിടിച്ചോ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഈസ്റ്റിംഗ് ആണ്, പിന്നെ നോർത്തിങ് ആണ്. അസത്തേക്ക് ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചറാണ് അതിൻ്റെ ഫസ്റ്റത്തെ എന്ത് ചെയ്യണം, ഈസ്റ്റിംഗ് വാല്യൂ എഴുതണം, പിന്നെ എന്ത് ചെയ്യണം, നോർത്തിങ് വാല്യൂ എഴുതണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ഇടതുവശത്തുള്ളത് എത്രയാടാ, 51, 51. ആ 51 നമ്മളിവിടെ ശ്രദ്ധിക്കണം. പോസ്റ്റ് ഓഫീസിൻ്റെ ഇടതുവശം ലെഫ്റ്റ് സൈഡിലുള്ളത് ശ്രദ്ധിക്കണേ. ഇല്ലേ, ഫസ്റ്റ് ഈ പോസ്റ്റ് ഓഫീസിൻ്റെ ഈസ്റ്റിംഗ് മൂല്യം നമ്മൾ ശ്രദ്ധിക്കണേ. ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് എന്താ, പോസ്റ്റ് ഓഫീസിൻ്റെ ഈസ്റ്റിംഗ് മൂല്യമാണല്ലോ. അപ്പോൾ ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചർ ആണെങ്കിലും അതിന് ഇടതുവശത്തുള്ളതാണ് എന്ത്, അതിന് ഈസ്റ്റിംഗ് മൂല്യം. അപ്പോൾ ഈ പോസ്റ്റ് ഓഫീസിൻ്റെ ഈസ്റ്റിംഗ് മൂല്യം എത്രയാ, 51, 51. പോസ്റ്റ് ഓഫീസിൻ്റെ നോർത്തിങ് മൂല്യം എത്രയാ, 19. താഴെയുള്ളതാണ് എന്ത്, നോർത്തിങ് മൂല്യം അല്ലേ. അപ്പോൾ എന്താ 51, 19. അതാണ് എന്ത്, ഈ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ എന്തെന്ന് പറഞ്ഞാൽ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് അഥവാ 4 അക്ക ഗ്രിഡ് റെഫറൻസ്. ഇനി ഈ ഒരു പോലീസ് സ്റ്റേഷനിലെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പോലീസ് സ്റ്റേഷൻ ഈസ്റ്റിംഗ് മൂല്യം എത്രയാ, പോലീസ് സ്റ്റേഷൻ ഈസ്റ്റിംഗ് മൂല്യം 52. തൊട്ട് ഇടതുവശത്തുള്ളത് ഏതാ, 52 ആണ്. തൊട്ട് താഴെയുള്ളത് ഏതാ, 19, 52, 19. ഇത് നമ്മളെ ഫോർട്ട് അഥവാ കോട്ടയുടെ ഏതാണ്, എന്താണ് ഇടതുവശത്തുള്ള എന്താ, ഈസ്റ്റിംഗ് മൂല്യം എത്രയാ, ഈസ്റ്റിംഗ് മൂല്യം 51. താഴെയുള്ളത് എത്രയാ, 18, 51, 18. അടുത്ത എന്താണ്, പോണ്ട് അഥവാ കുളമാണ്, അതിൻ്റെ എത്രയാടാ, ഇടതുവശത്തുള്ളത് ഏതാ, 52. താഴെയുള്ളത് ഏതാ, 18. ശ്രദ്ധിക്കണം, ഏതാടാ, 52 അഥവാ താഴെയുള്ളത് ഏതാണ്, 18. നിങ്ങൾ ശ്രദ്ധിക്കണം, ഏതാണ് 52, താഴെയുള്ളത് ഏതാണ്, 18. ഇങ്ങനെയാണ് എന്ത് വരിക, ഈ 4 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് അഥവാ 4 അക്ക ഗ്രിഡ് റെഫറൻസ്. അപ്പോൾ കോഡ് പഠിച്ചു വെക്കുക. ഫസ്റ്റ് ഈസ്റ്റിങ്സ്, പിൻ നോർത്തിങ്സ്, ഫസ്റ്റ് ഈസ്റ്റിങ്സ്, പിൻ നോർത്തിങ്സ്. പഠിച്ചോ, ഫസ്റ്റ് ഈസ്റ്റിങ്സ്, പിൻ നോർത്തിങ്സ്. 4 ഫിഗർ ആണെങ്കിലും 6 ഫിഗർ ആണെങ്കിലും ഫസ്റ്റ് നിങ്ങൾ എന്തിൻ്റെ വാല്യൂ ആണ് എഴുതേണ്ടത്, എന്തിൻ്റെ വാല്യൂ എഴുതേണ്ടത്, എന്തിൻ്റെ വാല്യൂയാണ് മക്കളെ എഴുതേണ്ടത്, ഈസ്റ്റിങ്സ് ആണ്. പിന്നെയാണ് മക്കളെ എന്ത് എഴുതേണ്ടത്, നോർത്തിങ്സ്. അപ്പോൾ പഠിച്ചോ, ഫസ്റ്റ് ഈസ്റ്റിങ്സ്, പിൻ നോർത്തിങ്സ്. അപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് ഈ 4 4 ഫിഗർ നമ്മൾ കാണാം. അപ്പോൾ നിങ്ങൾ പലപ്പോഴും എക്സാമിന് എന്ത്, ഇപ്പോൾ നിങ്ങൾക്ക് 51, 18 ഇങ്ങനെ എഴുതിയ തെറ്റാണ്, 51, 18 ഇങ്ങനെ എഴുതിയ തെറ്റാണ്, 51, 18 ഇങ്ങനെ എഴുതിയ തെറ്റാണ്, 51, 18 ഇങ്ങനെ എഴുതിയ തെറ്റാണ്. എങ്ങനെയാണ് ശരി, 51, 18 ഇടയിൽ വല്ല കുത്തോ കോമയോ അടിയോ വരയോ തോടയോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, വെക്കാൻ പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് എത്രയാണ് അതിൻ്റെ ഗ്രിഡ്, അത് കണ്ടിന്യൂസ് ആയിട്ട് ഇത്, അതാണ് എന്ത് ശരി. ഇടയിൽ കുത്തോ വരയോ കോമയോ സ്ലാഷോ വര എന്ത് ഇട്ടാലും എന്താണത് തെറ്റാണെന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ചെയ്യുക. അങ്ങനെയാണ് പിടിച്ചോ നിങ്ങൾക്കുള്ളൊരു ഹോംവർക്ക്. കാരണം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഹോംവർക്ക് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. ശ്രദ്ധിക്കണം, ഒരു ഹോംവർക്ക് ചെയ്യുന്നത് എന്താടാ, വളരെ വളരെ നല്ലതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക കേട്ടോ. ഇതാണ് എ, ഇത് ബി. എ എന്താടാ, എ നിങ്ങൾക്കറിയാം ഗ്രേവ് ശവപ്പറമ്പാണ്, ബി അഥവാ ടെമ്പിളാണ്, സി എന്നാണ് സെറ്റിൽമെൻറ്റ്സ് അഥവാ വാസസ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് 3ൻ്റെയും എന്ത് ചെയ്യുക, 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം. ഈ ഒരു ഭാഗം നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് എന്ത് ചെയ്യുക, 4 ഫിഗർ 4 ഗ്രിഡ് റെഫറൻസ് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ട് ഇത് 3ൻ്റെയും 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് അഥവാ 4 ഗ്രിഡ് റെഫറൻസ് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ എല്ലാവരും ടൈപ്പ് ചെയ്യട്ടോ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താടാ, 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് അഥവാ 6 ഗ്രിഡ് റെഫറൻസ് ആണ്. പഠിച്ചാലോ? യെസ് മക്കളെ, അപ്പോൾ നമ്മൾ എന്താണ് 6 ഫിഗർ അഥവാ 6 ഗ്രിഡ് റെഫറൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ ഒരു കിണർ വെല്ലുണ്ട്, ഈ വെല്ലിന് ഞാൻ എ എന്ന് മാർക്ക് ചെയ്തു. ഇവിടെ ഒരു ട്യൂബ് വെല്ല്, ഒരു കുഴൽ കിണറുണ്ട്, അതിന് ബി എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഇത് രണ്ടിൻ്റെയും 6 ഫിഗർ അഥവാ 6 ഗ്രിഡ് റെഫറൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കോഡ് ഓർത്ത് വെച്ച് എന്താണ് കോഡ്, ഫസ്റ്റ് ഈസ്റ്റിങ്സ്, പിൻ നോർത്തിങ്സ്, ഫസ്റ്റ് ഈസ്റ്റിങ്സ്, പിൻ നോർത്തിങ്സ്, എഫ് ഇ പിന്നോ, 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 എഫ് ഇ പിന്നോ. അപ്പോൾ ഓർത്ത് വെച്ചോ, 6 ഫിഗർ ആണെങ്കിലും 4 ഫിഗർ ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് എന്താ ഇതിൻ്റെ ഈസ്റ്റിംഗ് മൂല്യമാണല്ലേ. അപ്പോൾ ഈ ഒരു വെല്ല് അഥവാ കിണറിൻ്റെ ഈസ്റ്റിംഗ് മൂല്യം എത്രയാടാ, അതിന് തൊട്ട് ലെഫ്റ്റിലുള്ളത് എത്രയാടാ, 83 അല്ലേ. എത്രയാണ്, 83. ശ്രദ്ധിക്കണം, ആ ഒരു ഈസ്റ്റിംഗ് മൂല്യം നമ്മൾ അവിടെ എത്തി. ഇനി അടുത്ത സ്റ്റെപ്പ് ഓർത്ത് വെച്ചോ, കാരണം കമ്പാരിറ്റീവ്ലി സ്മോളർ ചെറിയ ശ്രദ്ധിക്കണം, വളരെ ചെറിയ ലാൻഡ് ഫോംസ്, ചെറിയ ഭൂരൂപങ്ങളുടെ സ്ഥാനം കണ്ടെത്താനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക,
ഉപയോഗിക്കുക, ഈ ഒരു 6 ഫിഗർ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് 83 എന്ന് പറഞ്ഞ ഈ ഒരു ഈസ്റ്റിംഗ് മുതൽ തൊട്ടടുത്ത ഈസ്റ്റിംഗ് ഏതാ മക്കളെ? 84. 83 എന്ന് പറയുന്ന ഈസ്റ്റിംഗ് മുതൽ തൊട്ടടുത്ത ഈസ്റ്റിംഗ് ഏതാണ്? 84. ഈ ഒരു ഭാഗം ശ്രദ്ധിക്കണേ. 83 എന്ന ഈസ്റ്റിംഗ് മുതൽ തൊട്ടടുത്ത ഈസ്റ്റിംഗ് 84. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, 83 എന്ന ഈസ്റ്റിംഗ് മുതൽ തൊട്ടടുത്ത ഈസ്റ്റിംഗ് ഏതാടാ? 84. ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യണം? 10 അലുവ കഷ്ണങ്ങളാക്കി മുറിക്കണം. എന്ന് വെച്ചാൽ 10 ഭാഗങ്ങളാക്കിയിട്ട് എന്ത് ചെയ്യണം? മുറിക്കണം കേട്ടോ. ശ്രദ്ധിച്ചോ. അപ്പോൾ 83 എന്ന് പറയുന്ന ഈസ്റ്റിംഗ് മുതൽ തൊട്ടടുത്ത ഈസ്റ്റിംഗ് ആയിട്ടുള്ള 84 വരെയുള്ള ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? 10 കഷ്ണങ്ങളായി മുറിക്കുന്നു. അപ്പോൾ ഈ മുകൾ ഭാഗത്തെയാണ് 10 കഷ്ണങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? മുറിക്കാൻ പോകുന്നത്. അപ്പോൾ പഠിച്ചു വെച്ചോ, ഇതാണ് 1. ഇതെന്താടാ? 1. ഇത് 0 ആണ്. ഇവിടെയാണ് എന്ത് വരെ? 1. മാറിപ്പോയത്. ഇത് 0 ആണ്. ഇവിടെയാണ് എന്ത് വരെ? 1. 1 2 3 4 5 6 7 8 9 10 പറഞ്ഞ ഏതാടാ? അടുത്ത ഈസ്റ്റിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. 10 പറഞ്ഞ ഏതാ? അടുത്ത ഈസ്റ്റിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. 10 പറഞ്ഞ ഏതാടാ? അടുത്ത ഈസ്റ്റിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഈസ്റ്റിംഗ് മൂല്യം എഴുതി, എന്നിട്ട് ഒരു ഈസ്റ്റിംഗ് മുതൽ തൊട്ടടുത്ത ഈസ്റ്റിംഗ് വരെയുള്ള ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യാണ്? 10 കഷ്ണങ്ങളാക്കിയിട്ട് മക്കളെ മുറിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് വരെ? 0 ആണ്. ഇവിടെ 1 ഇവിടെ വരെ 1 2 3 4 5 6 7 8 9 10 അടുത്ത സ്റ്റാർട്ടിംഗ് ആണ് ഈസ്റ്റിംഗിന് വരെ. 10 പറഞ്ഞ ഏതാ? അടുത്ത ഈസ്റ്റിംഗിന്റെ സ്റ്റാർട്ടിംഗ് ആണ് വരിക. എന്ന് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ടു റൈറ്റ്, ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് എന്ത് ചെയ്യണം മക്കളെ? നമ്മൾ കൗണ്ട് ചെയ്യണം. ശ്രദ്ധിക്കണേ, ലെഫ്റ്റ് ടു റൈറ്റ് അഥവാ ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് കൗണ്ട് ചെയ്യാം. ശ്രദ്ധിച്ചോ, 1 2 3 4 തിരകൾ വന്നേ വന്നേ ചാഞ്ചാടും തീരമോ സ്റ്റൈലല്ലേ. അപ്പം ശ്രദ്ധിച്ചോ, 1 2 3 4 5 6 7 എന്ന് പറയുന്ന ഈസ്റ്റിംഗ് ഈ ഒരു ഇതിന് മേലെയാണ് ആര് നിൽക്കുന്നത്? ആര് നിൽക്കുന്നത്? നമ്മുടെ ഈ ഒരു കിണർ നിൽക്കുന്നത്. ശ്രദ്ധിക്കണേ, ഇടത്തുനിന്ന് വലത്തോട്ടേക്ക് മാറിപ്പോയത് ലെഫ്റ്റ് ടു റൈറ്റ് ഇട്ട് ഇടത്തുനിന്ന് വലത്തോട്ടേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക? കൗണ്ട് ചെയ്യുക. അപ്പോൾ ഇടത്തുനിന്ന് വലത്തോട്ട് കൗണ്ട് ചെയ്യുമ്പോൾ 7ാമത്തേന് നേരെയാണ് ആര് നിൽക്കുന്നത്? വെൽ അഥവാ കിണർ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ നമ്മൾ അവിടെ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. അടുത്ത എന്താടാ? ഇതിന് നോർത്തിങ് മൂല്യം എത്രയാണ്? ഇതിന് നോർത്തിങ് മൂല്യം 35. എത്രയാണ് ഇതിന് നോർത്തിങ് മൂല്യം? 35 താഴെയുള്ളത് അല്ലേ. അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ 35 എന്ന് പറയുന്ന നോർത്തിങ് മുതൽ തൊട്ടടുത്ത നോർത്തിങ് ഏതാ? 36. ഈ ഒരു ഭാഗം ശ്രദ്ധിക്കണം. 35 എന്ന് പറയുന്ന നോർത്തിങ് മുതൽ തൊട്ടടുത്ത നോർത്തിങ് ഏതാ? 36 അല്ലേ. ഈ ഒരു ഭാഗം ശ്രദ്ധിക്കണം. അടുത്ത് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് ഏതാ? ഈ ഒരു സൈഡ് പോർഷൻ. അപ്പോൾ 35 മുതൽ 36 വരെ ഉള്ളതിന് ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? 10 അലുവ കഷ്ണങ്ങളാക്കി നമ്മൾ എന്ത് ചെയ്യാണ്? മുറിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്ത് മുറിക്കുമ്പോൾ താഴേന്ന് മുകളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക? മുറിക്കുക. അപ്പോൾ ഇത് 0 ആണ്. ഇവിടെ എന്ത് വരും? 1 2 3 4 5 6 7 8 9 10 പറഞ്ഞ ഏതാണ്? അടുത്ത നോർത്തിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്താണ്? നമ്മൾ താഴെ നിന്ന് മുകളിലേക്കാണ് എന്ത് ചെയ്യുക? കൗണ്ട് ചെയ്യുക. ബോട്ടം ടു ടോപ്പ്, താഴെ നിന്ന് മുകളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൗണ്ട് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? താഴെ നിന്ന് മുകളിലേക്ക് കൗണ്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ 0 ആണ്. ഇതാണ് 1 1 2 3 4 5 6 7 8 9 10 പറഞ്ഞ ഏതാ? അടുത്ത നോർത്തിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യും? ഏതിന് നേരെയാണ് ഇതിന്റെ പൊസിഷൻ നോക്കും, ആ വാല്യൂ ഇവിടെ എന്ത് ചെയ്യും? എഴുതും. അപ്പോൾ ഇതിന്റെ 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് എത്രയാടാ? 83 7 35 3 എത്രയാടാ? 83 7 35 3. അതാണ് ഏതിൻ്റെ ഗ്രിഡ് റെഫറൻസ്? ഈ ഒരു കിണറിൻ്റെ ഗ്രിഡ് റെഫറൻസ്. ഇത് നമ്മളെന്താ? ട്യൂബ് വെൽ അല്ലേ, അതായത് കുയൽ കിണറിൻ്റെ ഗ്രിഡ് റെഫറൻസ് കാണാൻ പോവാം. അപ്പോൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഈസ്റ്റിംഗ് മൂല്യം എത്രയാണ്? ഇതിൻ്റെ ഈസ്റ്റിംഗ് മൂല്യം 83 തന്നെയാണ്. അടുത്ത സ്റ്റെപ്പ് എന്താടാ? 83 എന്ന് പറഞ്ഞ ഈ ഒരു ഈസ്റ്റിംഗ് മൂല്യം തൊട്ടടുത്ത ഈസ്റ്റിംഗ് ഏതാ? 84. അതുവരെയുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും? 10 അലുവ കഷ്ണങ്ങളാക്കി മുറിക്കില്ല. മുറിക്കുമ്പോൾ ശ്രദ്ധിച്ചോ, ഇവിടെയാണ് എന്ത് വരിക? 1 2 3 4 5 6 7 8 9 10 പറഞ്ഞ ഏതാടാ? അടുത്തതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ 10 പറഞ്ഞ ഏതാ? അടുത്ത ഈസ്റ്റിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് എന്ത് വരെ? 10 വരെ. നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ശ്രദ്ധിക്കണേ, ഇടത്ത് നിന്ന് വലത്തോട്ടേക്കാണ് മക്കളെ നമ്മൾ എന്ത് ചെയ്യുക? കൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ, 1 2 3 4 5 6 7 7ാമത്തേന് നേരെയാണ് ഇവരുള്ളത്. അപ്പോൾ 7 നമ്മൾ എന്ത് ചെയ്തു? അവിടെ മാർക്ക് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്താടാ? നോർത്തിങ് മൂല്യം എത്രയാണ്? അതിൻ്റെ നോർത്തിങ് മൂല്യം 34. ആ 34 എന്ന നോർത്തിങ് മുതൽ തൊട്ടടുത്ത നോർത്തിങ് ഏതാണ്? 35. ആ ഭാഗത്ത് നമ്മൾ 10 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ബോട്ടം ടോപ്പിൽ ആണ്, താഴെ മുകളിലേക്കാണ് മുറിക്കുന്നത്. അപ്പോൾ ഇവിടെ 1 വരും, 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞ ഏതാ? അടുത്ത നോർത്തിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്. നമ്മൾ എന്ത് ചെയ്യും? താഴെ മുകളിലേക്ക് 1 2 3 4. ഇതാണ് എന്ത്? ഇതിൻ്റെ 6 അക്ക ഗ്രിഡ് റെഫറൻസ്. അപ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ കോഡ് പഠിച്ചു വെക്കുക. എന്താ കോഡ്? FE പിന്നോ ഫസ്റ്റ് ഈസ്റ്റിങ്സ്, പിൻ നോർത്തിങ്സ്, ഫസ്റ്റ് ഈസ്റ്റിങ്സ്, പിൻ നോർത്തിങ്സ്, ഫസ്റ്റ് ഈസ്റ്റിങ്സ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നോർത്തിങ്ങിൻ്റെ മൂല്യം എഴുതുന്നു. എന്നിട്ട് അതേപോലെ അത് 4 ഫിഗർ 6 ഫിഗറിൽ അതേപോലെ തന്നെ ഫസ്റ്റ് ഈസ്റ്റിങ്ങിന് മൂല്യം ചെയ്തിട്ട് ഒരു ഈസ്റ്റിങ് മുതൽ അടുത്ത ഈസ്റ്റിങ്ങിനുള്ള ഈ ഒരു ഭാഗത്തെ മുകൾ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? 10 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ലെഫ്റ്റ് ടു റൈറ്റ്, ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് എണ്ണിയിട്ട് ആ മൂല്യം ഇവിടെ എഴുതുന്നു. പിന്നെ നമ്മൾ നോർത്തിങ് മൂല്യം ചെയ്തിട്ട്
ഒരു നോർത്ത് മുതൽ അടുത്ത നോർത്ത് വരെയുള്ള ഈ ഒരു ഭാഗത്തെ 10 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ നമ്മൾ അവിടെ എഴുതുന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, 6 ഫിഗർ അഥവാ 6 അക്ക ഗ്രിഡ് റെഫറൻസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഈസ്റ്റിംഗ് എഴുതുന്നു. ഒരു ഈസ്റ്റിംഗ് മുതൽ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഈസ്റ്റിംഗ് മുതൽ അടുത്ത ഈസ്റ്റിംഗ് വരെയുള്ള മുകൾ ഭാഗത്തെ ടോപ്പ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്, 10 ഈക്വൽ പാർട്സ് 10 തുല്യ ഭാഗങ്ങളാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, മുറിക്കുന്നു. ശ്രദ്ധിക്കണം, എന്താണ് 10 തുല്യ ഭാഗങ്ങളാക്കി നമ്മൾ എന്ത് ചെയ്യാണ്, 10 ഈക്വൽ പാർട്സ് ആക്കി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മുറിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം, 10 ഈക്വൽ പാർട്സ് അഥവാ 10 തുല്യ ഭാഗങ്ങളാക്കി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മുറിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ച് വെക്കട്ടോ. സെറ്റല്ലേ, റെഡി അല്ലേടാ? ഓക്കെ അല്ലേടാ മക്കളെ? യെസ്. അപ്പോൾ ഈ ഒരു ഹോംവർക്ക് ഉണ്ട്, ഇവിടെ ഉണ്ട് ഒരു ABCD 4 ഹോംവർക്ക് ഉണ്ട്. ഇതിൻ്റെ ഈ ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു 6 ഫിഗർ 6 ഗ്രിഡ് റെഫറൻസ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ഈസ്റ്റിംഗ് എടുക്കുന്നു, പിന്നെ ആ ഈസ്റ്റിംഗ് മൂല്യം ചെയ്തിട്ട് ഇപ്പോൾ ഇത് ഒറ്റ ഒരു എക്സാം കൂടി ചെയ്തിട്ട് കേട്ടോ. ഈ ഒരു എൻ്റെ എങ്ങനെയാണ്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈസ്റ്റിംഗ് മൂല്യം എത്ര, ഈസ്റ്റിംഗ് മൂല്യം 84. ഇതിന് എന്ത് ചെയ്യാണ്, 84 എന്ന ഈസ്റ്റിംഗ് തൊട്ടടുത്ത് ഈസ്റ്റിംഗ് 85. ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, 10 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കുമ്പോൾ ഇതെല്ലാം 1 വരെ, ഇവിടെയാണ് 1 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞത് അടുത്ത ഈസ്റ്റിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് ആണല്ലേ. ഇത് നമ്മൾ എന്ത് ചെയ്യും, ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് കൗണ്ട് ചെയ്യുമ്പോൾ മൂന്നാമത്തേന് നേരെയാണ് ആര് വരുന്നത്, ഈ ഒരു സ്പ്രിംഗ് അഥവാ നീലുറവ് വരുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ നോർത്തിങ് മൂല്യം എത്ര, നോർത്തിങ് മൂല്യം 37 ആണല്ലോ, താഴെയുള്ളത് നോർത്തിങ്ങും 37 ആണ്. ഇതെന്ത് ചെയ്യും, ഈ ഒരു ഭാഗം അടുത്ത എന്താ ചെയ്യുക, നമ്മൾ ഈ ഒരു ഭാഗത്തെ 10 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെയാണ് എന്ത് വരിക, 1 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞതാ അടുത്ത നോർത്തിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ അഞ്ചാമത്തിന് നേരെയാണ് എന്ത് വരുന്നത്, ഇതിൻ്റെ സ്ഥാനം. അപ്പോൾ 84 3 35 84 3 37 5 ഇതാണ് എന്ത്, ഇതിൻ്റെ 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് കേട്ടോ. അപ്പോൾ ഈ ബാക്കി 3 ശ്രദ്ധിക്കണേ, ബാക്കി 3 എന്ത് ചെയ്യുക, നിങ്ങൾ ഹോംവർക്കായിട്ട് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഒന്ന് ടൈപ്പ് ചെയ്യുക. ഈ ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബാക്കിയുള്ള എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ഹോംവർക്കായിട്ട് അതിൻ്റെ 6 ഫിഗർ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. സെറ്റല്ലേ? ബാക്കി നമുക്ക് ഇനി ഇതേപോലെ ഷോർട്ട് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ വരും. സോ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും 4 ഫിഗർ 6 ഫിഗർ 4 6 അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്ത് ചെയ്യുക, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ഈ ഹോംവർക്കിന് ആൻസർ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ ജില്ലയും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. സോ ലൈവിൽ കാണാം, അതുവരേക്കും ബൈ.